ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ ഈ പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് സ്വലാത്ത് പറയാൻ തീരുമാനിച്ചവര് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതാരെന്നറിയോ? മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് നബി തങ്ങളുടെ ചാരത്ത് കടന്നു വരികയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കങ്ങയെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, അങ്ങ് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെയും എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. എനിക്ക് അവരോട് വല്ലാത്ത സ്നേഹമാണ്. അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് പറയുകയാ, യാ റസൂലല്ലാഹ്, അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്ന മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയെന്നറിയോ? അവനെ ഞാൻ വേദനിപ്പിക്കാറില്ല, അവനെ ഞാൻ പ്രയാസപ്പെടുത്താറില്ല. ആ മലക്ക് പറയുകയാണ്, എങ്ങനെയാണ് ഞാൻ അവന്റെ റൂഹ് പിടിക്കുന്നതെന്നറിയോ? അന അഖ്ബിലു റൂഹഹു കമാ അഖ്ബിലുൽ അർവാഹുൽ അംബിയാ. ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര്, ഈ ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ അല്ലാഹുവേ, അസ്റായീൽ പറയുന്നു നബിയേ, അവന്റെ മരണവേദന അവന് കുറച്ചു കൊടുത്ത് പ്രവാചകന്മാരുടെ റൂഹ് പിടിക്കുന്നത് പോലെ ഞാനവന്റെ റൂഹ് പിടിക്കും നബിയേ. ഞാനവനെ കഴിവിന്റെ പരമാവധി വേദനിപ്പിക്കില്ല നബിയേ. പഠിച്ചവനെ പള്ളി കൊട്ടിക്കെടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന് കിട്ടുന്ന പ്രതിഫലമല്ല, നിബിതങ്ങളുടെ പേരിൽ സ്വലാത്ത് പറയാമെന്ന് തീരുമാനമെടുത്ത് നിനക്കല്ല തരുന്ന പ്രതിഫലമാണ്. നിന്റെ മരണവേദന അല്ലാഹു കുറയ്ക്കുകയാ. പഠിച്ചവനെ മരണത്തിന് വല്ലാത്ത വേദനയാണല്ലോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പോലും പറഞ്ഞല്ലോ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിന് വല്ലാത്ത ഒരു വേദനയുണ്ടെന്ന് പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. എന്തിനാ നബിതങ്ങൾ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും പറഞ്ഞു, ആയിഷ ഇന്നലിൽ മൗതി ലസകറാ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് നബിതങ്ങൾ പോലും അവിടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് സഹോദരാ, അല്ലാഹു നിനക്ക് തരുന്ന ഒന്നാമത്തെ പ്രതിഫലം നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരികയാ. നിന്റെ മരണവേദന അല്ലാഹു കുറച്ചു തരികയാ. പടച്ചവനെ, രണ്ടാമതായിട്ടൊരു മലക്കിറങ്ങി വരികയാ, മഹാനായ മീകായിൽ അലൈഹിസ്സലാം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ അതാ മീകായിൽ എന്ന് പറയുന്ന മലക്ക് വന്നിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, നബിതങ്ങളെ, അങ്ങയോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ. അങ്ങയുടെ പേരിൽ സ്വലാത്ത് പറയുന്നവരെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയേ. എന്നിട്ടാ മലക്ക് പറഞ്ഞു കൊടുക്കുകയാ, പടച്ചവനേ, അവന് കൊടുക്കുന്ന പ്രതിഫലമെന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, പടച്ചവനേ, ഇസ്റാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാകളത്തിൽ രണ്ടാമത് മോതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസമുണ്ടല്ലോ, അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ. ചെമ്പിന്റെ തറയിലാ ചെറുപ്പക്കാരാ, ഉടുതുണിയില്ലല്ലോ, ഒരു ചാണ് മുകളിൽ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അല്ലാഹുവിന്റെ പരലോകമുണ്ടല്ലോ. മോനെ, 9 മണി കഴിഞ്ഞിട്ടും എന്റെയും നിങ്ങളുടെയും ശരീരം വിയർക്കുകയാ. വല്ലാത്ത ചൂടാ, ഫാനിന്റെ ചുവട്ടിലിരുന്നിട്ട് പോലും നമ്മുടെ ശരീരം വിയർക്കുന്നല്ലോ, വല്ലാതെ പ്രയാസപ്പെടുന്നല്ലോ. 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിന്നിരുന്ന സൂര്യൻ അസ്തമിച്ചിട്ട് ഈ 9:30ആയിട്ടും ചൂട് താങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിച്ചു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. ഈ തലയുടെ ഒരു ചാണ് മുകളില് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അവനവൻ ചെയ്ത പാപത്തിന്റെ കണക്കനുസരിച്ച് മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്തുവരെ വിയർപ്പിനകത്ത് മുങ്ങി നിൽക്കുന്ന ഒരു ദിവസമുണ്ടല്ലോ. ചൂടുള്ള നാളുണ്ട്, കിയാമത്ത്
പറഞ്ഞാൽ എന്തു ഹാലാ ചൂള വല്ലോസ വണ്ടിയുമായി വരുന്നേ കാള ക്ഷീണത്തിനാലും നീക്കുന്നതാ